മാമൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവാണ്. ജീപ്പിലാണ് പോകുന്നത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ ജീപ്പിൽ പോകുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ. മാമനാണ് ജീപ്പ് ഓടിക്കുന്നത്. മാമി വന്നിട്ടില്ല കേട്ടോ. മാമി ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് മാമി വരുന്നില്ല എന്ന് പറഞ്ഞേ. ഞങ്ങളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല ഭംഗിയാണ്. വീഡിയോസുകളിൽ മാത്രമേ ഞാൻ ഈ ശബ്ദം കേട്ടിട്ടുള്ളൂ കേട്ടോ. നേരിട്ട് കേട്ടപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. ഞങ്ങൾ വെള്ളത്തിനകത്ത് ഇറങ്ങിയില്ല കേട്ടോ, കാരണം അട്ടയൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. അനിയത്തി എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുവാണ്. അവളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ആരെയും വേണ്ട. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഞങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്തായിരിക്കുവേ. അവളും ഞാനുമായിട്ട് ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യും കേട്ടോ. എനിക്ക് അവളെ ഭയങ്കര മിസ് ചെയ്യുന്നു. അവളെ മാത്രമല്ല, ഈ നാടും ഭയങ്കര മിസ് ചെയ്യുന്നു. ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നല്ല ഭംഗിയാണ്. എൻ്റെ അമ്മയ്ക്ക് ഈ നാട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഒരു നൊസ്റ്റാൾജിയാണ്. അമ്മ പണ്ട് ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ അച്ഛനോടും അമ്മയോടും എപ്പോഴും പറയും ഇവിടെ വന്ന് താമസിക്കാൻ, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിറയെ കാപ്പിത്തോട്ടമാണ്. അപ്പം അവൾ എൻ്റെ കൈ പിടിച്ച് ഈ കാപ്പിക്കുരു തൊട്ട് കാണിക്കുവാണ്. നല്ല ഭംഗിയാണ്. ഞാൻ ഒരു കൊലയിൽ തന്നെ നിറയെ കാപ്പിക്കുരു. അപ്പം ഞാനത് എണ്ണിയിട്ട് അവളോട് പറയുവാണ് 7 എണ്ണം ഉണ്ടെന്ന്. ഈ കാപ്പിക്കുരു ഇപ്പം പച്ചയാണ്. ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് പറിച്ച് ഉണക്കി പൊടിച്ചാണല്ലോ കാപ്പിപ്പൊടി ഉണ്ടാകുന്നത്. ഇതൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു അനുഭവമാണ് എനിക്ക്. പിന്നെ ഇവളുടെ അവിടെയൊക്കെ നിറയെ തോട്ടമാണ് ഉള്ളത്.